ഭയങ്കര എക്സ്ട്രാ കോഷ്യസ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാകുമല്ലോ. അവരോട് ഡോക്ടർ എത്ര പ്രായത്തിൽ, ഇപ്പൊ 6 മാസം കൂടുമ്പോൾ ഒരു അൾട്രാസൗണ്ട് എടുക്കാനോ അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ ഓരോ അൾട്രാസൗണ്ട് എടുക്കാനോ എങ്ങനെയായിരിക്കും റെക്കമെൻഡ് ചെയ്യുക? നമുക്കിപ്പോൾ പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത്, അതായത് ഹെൽത്ത് കെയർ ആക്സസ് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവധിക്ക് വരുന്ന സമയത്ത് അവർ വന്നിട്ട് പറയാൻ നമുക്കൊരു ജനറൽ ചെക്കപ്പ് ചെയ്ത് നോക്കണം എന്ന് പറയും. അങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഈ അൾട്രാസൗണ്ട്, അതായത് നമ്മൾ പുറത്തുനിന്ന് കുഞ്ഞിനെ ആദ്യം നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്ന കാര്യം, അൾട്രാസൗണ്ട് പ്രത്യേകിച്ച് കുഞ്ഞിന് വേദന ഉണ്ടാകത്തില്ല, വേറെ റേഡിയേഷനോ സൈഡ് ഇഫക്റ്റോ ഒന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. ജനറലി ചെയ്ത് നോക്കും. എക്കോ ജനറലി നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് വൺസ് ഒരു എക്കോ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സമാധാനം. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 6 മാസം കൂടുമ്പോൾ 1 വർഷം കൂടുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഒരു പ്രാക്ടീസ് നിലവിൽ അങ്ങനെ ചെയ്യാറില്ല, ആരും ചെയ്യാറില്ല. അപ്പൊ ഏതായാലും പീഡിയാട്രിക് സർജറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നു ഡോക്ടർമാര് വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം അല്ലേ? കാരണം എല്ലാം ഡീൽ ചെയ്യുന്നത് മുഴുവൻ കുഞ്ഞുങ്ങളോടാണ്. നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല, നമ്മൾ ഭയങ്കര ക്ഷമയോടുകൂടി ഇരിക്കണം. അപ്പൊ പൊതുവെ ഡോക്ടർമാർക്ക് അങ്ങനെയാണോ? ഭയങ്കര ക്ഷമയുള്ള ഡോക്ടർമാരായിരിക്കുമോ? ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, അതായത് പീഡിയാട്രിക് സർജറി ഞാൻ 6 വർഷത്തെ ട്രെയിനിങ്ങാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ട്രെയിനിങ്ങിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ സീനിയറായിട്ടുള്ള ഡോക്ടർമാർ, നമ്മൾ ആരുടെ അടുത്താണോ ട്രെയിനിങ് ചെയ്യുന്നത്, ഇവരെല്ലാം ജനറലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ സ്വഭാവം, ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പീഡിയാട്രിക് സർജൻസും വളരെ ക്ഷമയുള്ളവരും അല്ലെ ചിരിച്ച് സോഫ്റ്റായിട്ട് ഇടപെടുന്നവരായിരിക്കത്തില്ല. പക്ഷെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ജനറലി അങ്ങനെയാണ്. അതാ ഒരു സ്പെഷ്യാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്.